വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്ലാറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ മൊഡ്യൂൾ 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഫ്ലാറ്റ് പഠിച്ചു തുടങ്ങേണ്ടത്, അതിൻ്റെ ബേസിൽ നിന്നാണ് നമ്മളിപ്പോൾ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു ഫ്ലാറ്റ് ആൻഡ് ചോംസ്കി ഹൈറാർക്കിയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഫ്ലാറ്റ് എന്താണെന്ന് നോക്കാം. ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഫോർമൽ ലാംഗ്വേജസ് ആൻഡ് ഓട്ടോമാറ്റ തിയറീനെയാണ് നമ്മൾ ഫ്ലാറ്റ് എന്ന് പറയുന്നത്. ഫ്ലാറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ലാംഗ്വേജസിനെ കുറിച്ചും ഗ്രാമേഴ്സിനെ കുറിച്ചും അതേപോലെ തന്നെ മെഷീൻസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് സിംപ്ലി ഫ്ലാറ്റ് എന്ന് പറയുന്നത്. എന്തിനാണ് ഇതിനെയൊക്കെ കുറിച്ച് പഠിക്കുന്നത്? കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ പാറ്റേൺ റെക്കഗ്നീഷനും വേണ്ടിയിട്ടുമാണ്. ഇനി ഫ്ലാറ്റിൻ്റെ ആപ്ലിക്കേഷൻസ് കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. കമ്പൈലർ ഡിസൈനിൽ നമ്മൾ ഫ്ലാറ്റിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, NLP നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ പാറ്റേൺ മാച്ചിങ്ങിലും വരുന്നുണ്ട്. ഇനി എന്താണൊരു ഓട്ടോമേറ്റൻ എന്ന് പറഞ്ഞാൽ? ഓട്ടോമേറ്റൻ എന്ന് പറഞ്ഞാൽ ഒരു മെഷീൻ മോഡലാണ്. അത് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രിങ്സ് അക്സെപ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാനുമാണ് നമ്മൾ ഈ മെഷീൻ മോഡൽ യൂസ് ചെയ്യുന്നത്. ഓട്ടോമേറ്റൻ്റെ എക്സാമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. DFA ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ എന്ന് പറയും. NFA നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ, PDA പുഷ് ഡൗൺ ഓട്ടോമേറ്റ, അതേപോലെ തന്നെ ട്യൂറിംഗ് മെഷീൻ. ഇനി നമുക്ക് എന്താണ് ഫ്ലാറ്റിൻ്റെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത്? ഫ്ലാറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ അവിടെ ഒരു കോർ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഹൗ മച്ച് മെമ്മറി ഈസ് നീഡഡ് ടു റെക്കഗ്നൈസ് എ ലാംഗ്വേജ്? ഒരു ലാംഗ്വേജ് തിരിച്ചറിയാൻ വേണ്ടി, അതായത് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര മെമ്മറിയാണ് വേണ്ടതെന്നുള്ളതാണ് ഫ്ലാറ്റിൻ്റെ മെയിൻ ഒരു കോർ ക്വസ്റ്റ്യൻ. ഇതിൽ നിന്നാണ് നമ്മൾ ഓരോ ടോപ്പിക്കും പഠിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഫ്ലാറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോർ ടോപ്പിക്ക്. ഈ ഒരു ടോപ്പിക്ക് നമ്മുടെ സിലബസിൽ സത്യത്തിൽ മൊഡ്യൂൾ 5 വരുന്നത്. പക്ഷേ ഞാനെപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും ഇത് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചാൽ തന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടും. നമ്മുടെ 5 മൊഡ്യൂൾസിൽ എന്തിനൊക്കെ കുറിച്ചിട്ടാണ് പറയുന്നതെന്ന് ഒരു ഐഡിയ കിട്ടാൻ ആദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ചോംസ്കി ഹൈറാർക്കി എന്ന് പറയുന്നത്. അപ്പം നമുക്കിത് എന്താണെന്ന് നോക്കാം. ചോംസ്കി ഹൈറാർക്കിയിൽ 4 ടൈപ്പ് ലാംഗ്വേജസ് ആണ് വരുന്നത്. ടൈപ്പ് 3 എന്ന് പറയുന്നത് റെഗുലർ ലാംഗ്വേജ് ആണ്. ടൈപ്പ് 2 കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ്. ടൈപ്പ് 1 എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജ് ആണ്. ടൈപ്പ് 0 എന്ന് പറയുന്നത് റിക്കേഴ്സീവ്ലി ഇന്യൂമറബിൾ ലാംഗ്വേജ് ആണ്. ഇനി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യമാണ് പവറും മെമ്മറിയും ഇൻക്രീസസ് ഡൗൺവേർഡ് എന്നാണ് പറയുന്നത്. അതായത് താഴോട്ട് പോകുന്തോറും പവറും മെമ്മറിയും കൂടുതലായിരിക്കും. ഇപ്പോൾ റെഗുലർ ലാംഗ്വേജിനേക്കാളും പവറും മെമ്മറിയും കൂടുതലായിരിക്കും അടുത്ത വരുന്ന കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജിന്. അതിനേക്കാളും പവറും മെമ്മറിയും കൂടുതലായിരിക്കും കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജിന്. അപ്പോൾ ഏറ്റവും കൂടുതൽ പവറും മെമ്മറിയും വരുന്നത് ആർക്കാണ്? റിക്കേഴ്സീവ്ലി ഇന്യൂമറബിൾ ലാംഗ്വേജ് ആണ്. അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമുക്ക് ഓരോ ലാംഗ്വേജസിനെ പറ്റി നോക്കാം. ടൈപ്പ് 3 ആയിരുന്നു നമ്മുടെ റെഗുലർ ലാംഗ്വേജസ്. അവിടെ വരുന്ന മെഷീനാണ് DFA ആൻഡ് NFA. ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റയും നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റയാണ് റെഗുലർ ലാംഗ്വേജസിൽ വരുന്ന മെഷീൻ. ഇനി മെമ്മറിയുടെ കേസ് എടുക്കാനാണെങ്കിൽ ഇവിടെ നോ എക്സ്ട്രാ മെമ്മറി നീഡഡ് എന്നാണ് പറയുന്നത്. എക്സാമ്പിൾസ് എടുക്കാനാണെങ്കിൽ സ്ട്രിങ്സ് എൻഡിങ് വിത്ത് 0, 1, ഈവൻ നമ്പർ ഓഫ് വൺസ്, ഇങ്ങനെയുള്ള എക്സാമ്പിൾസൊക്കെ റെഗുലർ ലാംഗ്വേജസിലാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഇനി അടുത്ത ടൈപ്പ് ലാംഗ്വേജ് ആണ് നമ്മുടെ കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീനാണ് PDA പുഷ് ഡൗൺ ഓട്ടോമേറ്റ. മെമ്മറി എന്ന് പറയുന്നത് സ്റ്റാക്കാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ A⁻n, B⁻n അങ്ങനെയുള്ള എക്സാമ്പിൾസൊക്കെയാണ് സോൾവ് ചെയ്യുന്നത്. ഇനി ടൈപ്പ് 1 ലാംഗ്വേജ് ആണ് കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജസ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീനാണ് LBA, അതായത് ലീനിയർ ബൗണ്ടഡ് ഓട്ടോമേറ്റ. ഇനി അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പുഷ് ഡൗൺ ഓട്ടോമേറ്റേനേക്കാളും മോർ പവർഫുൾ ആണ് ആര്? ലീനിയർ ബൗണ്ടഡ് ഓട്ടോമേറ്റ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു മെമ്മറിയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഇനി ടൈപ്പ് 0 ലാംഗ്വേജ് ആണ് നമ്മുടെ റിക്കേഴ്സീവ്ലി ഇന്യൂമറബിൾ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. അവിടെ യൂസ് ചെയ്യുന്ന മെഷീനാണ് ട്യൂറിംഗ് മെഷീൻ. ഇനി ഇതിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് മോസ്റ്റ് പവർഫുൾ മോഡലാണ്. എല്ലാവരേക്കാളും ഏറ്റവും മോസ്റ്റ് പവർഫുൾ മോഡൽ ആരാണ്? ഇതാണ്. അതേപോലെ തന്നെ ഇൻഫിനിറ്റ് ടേപ്പ് മെമ്മറിയാണ് അവിടെ വരുന്നത്. ഇതാണ് നമ്മുടെ ചോംസ്കി ഹൈറാർക്കിയുടെ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ടൈപ്പ് 3, ടൈപ്പ് 2, ടൈപ്പ് 1, ടൈപ്പ് 0 ഈ ഒരു രീതിയിലാണ് വരുന്നത്. ടൈപ്പ് 3 നമ്മൾ പറഞ്ഞാണല്ലോ റെഗുലർ ഗ്രാമറാണ്, അക്സെപ്റ്റഡ് ബൈ ഫൈനൈറ്റ് ഓട്ടോമാറ്റ. ടൈപ്പ് 2 എന്ന് പറയുന്നത് നമ്മുടെ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറാണ്, അക്സെപ്റ്റഡ് ബൈ പുഷ് ഡൗൺ ഓട്ടോമാറ്റ.
ടൈപ്പ് 1 എന്ന് പറയുന്നത് കോണ്ടസ്റ്റ് സെൻസിറ്റീവ് ഗ്രാമറാണ്, അക്സെപ്റ്റഡ് ബൈ ലീനിയർ ബൗണ്ട് ഓട്ടോമാറ്റ. ടൈപ്പ് 0 എന്ന് പറയുന്നത് അൺറെസ്ട്രിക്റ്റഡ് ഗ്രാമറാണ്, റെക്കഗ്നൈസ്ഡ് ബൈ ട്യൂറിംഗ് മെഷീൻ. ഇനി നമുക്ക് കൺക്ലൂഷനിലോട്ട് പോകാം. ഞാൻ പറഞ്ഞല്ലോ, ചോംസ്കി ഹൈറാർക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലാറ്റിൻ്റെ ഒരു കംപ്ലീറ്റ് റോഡ് മാപ്പ് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്താണ്, ഡിഫറെൻറ്റ് ലാംഗ്വേജസിന് ഡിഫറെൻറ്റ് മെഷീൻ വേണം എന്നുള്ളൊരു കാര്യവും നമുക്ക് ഇവിടുന്ന് മനസ്സിലായി. ഇനി ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഞാൻ പറഞ്ഞല്ലോ ആദ്യം നമ്മൾ ചോംസ്കി ഹൈറാർക്കി പഠിക്കണമെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൊഡ്യൂൾ 1ലും മൊഡ്യൂൾ 2ലും നമ്മൾ ടൈപ്പ് 3 ഗ്രാമറിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് DFA NFA മെഷീനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ആദ്യത്തെ 2 മൊഡ്യൂൾസിൽ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ പഠിക്കും. ഇനി മൊഡ്യൂൾ 3 and 4 എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ടൈപ്പ് 2 ഗ്രാമറാണ് വരുന്നത്. അതായത് കോണ്ടസ്റ്റ് ഫ്രീ ഗ്രാമറിനെ കുറിച്ചിട്ടാണ് അവിടെ നമ്മൾ പഠിക്കുന്നത്. ഇനി മൊഡ്യൂൾ 5ലാണ് നമ്മുടെ ടൈപ്പ് 1ഉം ടൈപ്പ് 0 ഗ്രാമറിനെ കുറിച്ച് പഠിക്കുന്നത്. അതായത് നമ്മുടെ കോണ്ടസ്റ്റ് സെൻസിറ്റീവ് ഗ്രാമറും അതേപോലെ തന്നെ ട്യൂറിംഗ് മെഷീനും അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ മൊഡ്യൂൾ 5ൽ പഠിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഈ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണമെന്ന് പറയുന്നത്.